ഒരു ആഫ്രിക്കൻ കഥ. വിപ്ലവവും പ്രണയവും കൊലപാതകങ്ങളും എല്ലാം ചേർന്ന ഉദ്യോഗജനകമായ ഒരു കഥയാണിത്. ഇതിൽ പൊറ്റക്കാട്ട് തന്മയത്വത്തിനു വേണ്ടിയാകാം കുറേ ആഫ്രിക്കൻ പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മലയാളാർത്ഥം ആദ്യമേ തന്നെ ശ്രോതാക്കൾ പരിചയപ്പെടുന്നത് കഥാശ്രവണത്തിന് സഹായകമാവും. അകാരാതിക്രമത്തിൽ അവ ഇവിടെ കൊടുക്കുന്നു. അസ്കാരി നാടൻ പോലീസ്, ഒളോണ്ടോ അതിഥി, ചൂയി പെൺപുലി, നൂമ്പ കുടിൽ, ബന്ദൂക്കി തോക്ക്, ബ്വാന യജമാനൻ, മുസൂങ്കു വെള്ളക്കാരൻ, വിഷ്കണി തുറന്ന കുറ്റിക്കാട്ടു പ്രദേശം, സിക്കോമോ നന്ദി. ഒരു ആഫ്രിക്കൻ കഥ. ഉത്തര റൊഡേഷ്യയുടെ കിഴക്കേ അതിർത്തിയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ച്വാങ്ക. അപ്പുറം ന്യാസലാൻഡിലെ വരണ്ട കുറ്റിക്കാടുകൾ ചിതറിക്കിടക്കുന്നു. മരിച്ചായ കലർന്ന മഞ്ഞച്ച മലമ്പ്രദേശങ്ങൾ. വേനൽക്കാലത്തിൻ്റെ മൂർധന്യദശ. ആറുകളെല്ലാം വറ്റി ജലം ഒരു അമൂല്യ വസ്തുവായി തീർന്നിരിക്കുന്നു. ച്വാങ്കയിലെ മന്ത്രവാദി കച്ചാസുവിൻ്റെ മകൾ സുന്ദരിയും അവിവാഹിതയുമായ കൂമ്പ 3 മൈൽ ദൂരെയുള്ള വരണ്ട ആറ്റുവക്കിലെ ഊറ്റുകുഴിയിൽ നിന്ന് ഒരു കുടം വെള്ളവും ശേഖരിച്ച് കുടിലിലേക്ക് മടങ്ങുകയാണ്. നേരം സന്ധ്യയോടടുത്തിരിക്കുന്നു. തൻ്റെ മുലയുടെ ആകൃതിയിലുള്ള മൺകുടവും തലയിൽ വെച്ച് ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടാണ് അവൾ നടക്കുന്നത്. കുസൃതി കലർന്ന ഒരാഹ്ലാദം അവളുടെ മിഴികളിൽ തത്തിക്കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൾ അവിടെ ഒന്ന് നിന്ന് 2 കൈയും ചിറകുപോലെ വിരുത്തി അരയുടെ ഭാഗം ദ്രുതഗതിയിൽ ചുഴറ്റിക്കൊണ്ട് ഒരു നൃത്തം അഭിനയിച്ചു. നിറകുടം മൂർധാവിൽ വെച്ചുകൊണ്ട് മെയ്യ് തെല്ലൊന്ന് കുനിച്ച് കൈകൾ വിടർത്തി ജഘനം ചുഴറ്റിക്കൊണ്ട് ദീർഘനേരം നൃത്തം ചെയ്യാൻ അവൾ അഭ്യസിച്ചിട്ടുണ്ട്. തലയിലെ കുംഭത്തിൽ നിന്ന് ഒരു തുള്ളി പോലും തുളുമ്പിപ്പോവുകയില്ല. ച്വാങ്ക ഗ്രാമത്തിലെ കന്യകകളെ തൊഴിൽമുറ പഠിപ്പിക്കാൻ കിഴവി മന്ത്രവാദിനി കുംബാല കാട്ടിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നിന്നാണ് അവൾ ഈ വിദ്യകളെല്ലാം വശമാക്കിയിരിക്കുന്നത്. ഈ നൃത്തങ്ങളെല്ലാം പുരുഷന്മാരുടെ മുമ്പിൽ വെച്ച് പ്രദർശിപ്പിക്കാനുള്ള അവസരം ഇന്ന് രാത്രിയിൽ വന്നു ചേരും. ഇന്ന് പൂർണ്ണചന്ദ്രൻ്റെ രാത്രിയിൽ കാഫ്വങ്ക നൃത്തമുണ്ടാകുമെന്ന് മൂപ്പൻ പറകുട്ടി അറിയിച്ചിട്ടുണ്ട്. 4 പുലിയെ കൊന്ന മുനിയാമ്പ മൂളിയെ കല്യാണം കഴിക്കുന്ന കർമ്മത്തോടനുബന്ധിച്ച് നടത്തുന്ന നൃത്തമാണ്. അഥവാ കാഫ്വങ്ക നൃത്തത്തോടൊപ്പം മുനിയാമ്പയുടെ കല്യാണകർമ്മവും നടക്കും. രണ്ടും ശരിയാണ്. കാഫ്വങ്ക നൃത്തം നടന്നുകൊണ്ടിരിക്കെ മുറ്റത്ത് കരിമ്പടം കെട്ടിത്തൂക്കി നിർമ്മിച്ച ഒരു മറയുടെ ഉള്ളിൽ വെച്ച് മുനിയാമ്പയും മൂളിയും കിടന്ന് നൃത്തം ചെയ്ത് വിവാഹിതരായിത്തീരും. ആ കർമ്മം കഴിഞ്ഞാൽ അവരിരുവരെയും കാട്ടിലേക്ക് ആട്ടിയോടിക്കും. അന്ന് രാത്രി മുഴുവനും അവർ ഗ്രാമത്തിന് പുറത്തുള്ള കാട്ടിൽ കഴിച്ചുകൂട്ടണമെന്നാണ് ആചാരവിധി. പിന്നെ ഗ്രാമത്തിലെ അവിവാഹിതകളായ പെൺകിടാങ്ങൾ പോംപി മദ്യം നിറച്ച കുംഭങ്ങളും തലയിൽ വെച്ച് ജഘന നൃത്തം ആരംഭിക്കുകയായി. കന്യാനൃത്തം കാണാൻ 7 മൈൽ അകലെയുള്ള പൂട്ടുഗ്രാമത്തിൽ നിന്ന് പുരുഷന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പെൺകുട്ടിയുടെ നൃത്തത്തിൽ ആകൃഷ്ടനായ യുവാവ് അവളുടെ മുമ്പിൽ വന്ന് മദ്യം യാചിച്ചുകൊണ്ട് മുട്ടുകുത്തി മെല്ലെ നൃത്തം ചെയ്യും. അവൾക്ക് അവനെ ഇഷ്ടമായെങ്കിൽ അവൾ മദ്യകുംഭത്തിൽ നിന്ന് കുറച്ച് മദ്യം അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ മറ്റു പരീക്ഷണങ്ങൾക്കായി അവൻ അവളെ മുറ്റത്തെ കരിമ്പട കൂടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകും. പിന്നെ അതോർത്തപ്പോൾ കുംഭ തനിയെ പൊട്ടിച്ചിരിച്ചുപോയി. പെട്ടെന്ന് ആറ്റിൻകരയിലെ മുൾപടർപ്പിനുള്ളിൽ നിന്ന് ഒരു വികൃത ശബ്ദം കേട്ട് അവളൊന്ന് ഞെട്ടി. സിംഹത്തിൻ്റെ സ്വരമാണ് അവൾക്ക് ഓർമ്മ വന്നത്. ഇര ഭക്ഷിക്കുമ്പോൾ തനിയെ മുരളുന്ന സിംഹക്കുഞ്ഞിൻ്റെ വികൃതസ്വരം. ആ പ്രദേശത്ത് സിംഹങ്ങൾ ചിലപ്പോൾ പകൽ സമയത്തും അലഞ്ഞു നടക്കാറുണ്ട്. തണ്ണീർക്കുടം താഴെയിട്ട് ഓടണമോ എന്ന് ശങ്കിച്ചു നിന്ന നിമിഷാർദ്ധത്തിൽ അവൾ ആ മുൾപടർപ്പിൽ നിന്ന് ഒരു മനുഷ്യൻ ഇഴഞ്ഞു വരുന്ന കാഴ്ചയാണ് കണ്ടത്. അപരിചിതനായൊരു മനുഷ്യൻ. അവൻ വായ തുറന്ന് അവളുടെ തണ്ണീർക്കുടത്തിന് നേർക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഉടൻ അവൾക്ക് മനസ്സിലായി അവൻ ആവശ്യപ്പെടുന്നത് വെള്ളമാണെന്ന്. അവളുടെ ഭയവും ശങ്കയും അനുകമ്പയായി മാറി. അവൾ മെല്ലെ അവനെ സമീപിച്ചു. കാക്കി നിറത്തിലുള്ള മുറിക്കാലുറയും കാക്കി നിറത്തിലുള്ള ഷർട്ടും ധരിച്ച ഒരു യുവാവ്. മുഖം കണ്ടിട്ട് ആ പ്രദേശത്തുകാരനല്ലെന്നും അവളുടെ ഗോത്രക്കാരനല്ലെന്നും മനസ്സിലായി. അവൻ്റെ കാലുറയും ഷർട്ടുമെല്ലാം കീറിപ്പൊളിഞ്ഞിരിക്കുന്നു. അവൻ്റെ മുഖത്തു നിന്നും കാലിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ട്. ദൃഢഗാത്രനും സുന്ദരനുമായ ഒരു യുവാവ്. ചുമലിൽ കാക്കി നിറത്തിലുള്ള ഒരു സഞ്ചിയുമുണ്ട്. അവൾ തണ്ണീർക്കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കാഫ്വങ്ക നൃത്തവേളയിൽ കാമുകൻ്റെ വായിൽ മദ്യമൊഴിച്ചു കൊടുക്കുന്ന ഒരു പ്രതീതിയാണ് അവൾക്കുണ്ടായത്. കുറച്ച് വെള്ളം കുടിച്ച് ക്ഷീണം മാറിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്ന് കുടം വാങ്ങി കുടത്തിലെ വെള്ളം
പകുതിയും കുടിച്ചു തീർത്തു. പിന്നെ കുടം താഴെ വെച്ച് സിക്കോമോ എന്ന് പറഞ്ഞു. നന്ദി. ചീനിയാഞ്ച ഭാഷയാണ് അവൻ സംസാരിക്കുന്നത്. അവൾ അവനെ സമ്മിശ്ര വികാരങ്ങളോടെ നോക്കി നിന്നു. പക്ഷേ അവൻ അവളെയല്ല നോക്കുന്നത്. എന്തോ ഭയത്തോടെ ദൂരെ നാലുപാടും കണ്ണോടിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് തന്നെ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ സ്നേഹവും അനുകമ്പയും കലർന്ന സ്വരത്തിൽ ചോദിച്ചു, ഈ ഒളോണ്ടോ ആരാണ്? ഈ ഒളോണ്ടോവിന് എന്തു പറ്റി? പെട്ടെന്ന് അവൻ ഒന്ന് ഞെട്ടിപ്പിടഞ്ഞു. അവളോട് അവിടെ ഇരിക്കാൻ ആംഗ്യം കാട്ടി. അവൻ ചുണ്ടുകൾ കൂർപ്പിച്ച് അമർത്തിപ്പിടിച്ച സ്വരത്തിൽ പറഞ്ഞു, പോലീസ്. അത് കേട്ടപ്പോൾ അവളും ഞെട്ടിപ്പോയി. പോലീസിനെപ്പറ്റി അവൾ കേട്ടിട്ടേയുള്ളൂ. ആ കുഗ്രാമത്തിൽ അവരുടെ കാക്കിക്കുപ്പായവും തൊപ്പിയും ഇതേവരെ എത്തി നോക്കിയിട്ടില്ല. അവർ ഭയങ്കരന്മാരാണ്, അസ്കാരികൾ. അവൾ അവൻ്റെ അരികിൽ മുട്ടുമടക്കിയിരുന്ന് അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. ക്രമേണ അവൾ എല്ലാം ഊഹിച്ചെടുത്തു. ഈ യുവാവ് ന്യാസാലാൻഡിലെ കലാപകാരികളിലൊരാളാണ്. ന്യാസാലാൻഡിൽ വെള്ളക്കാരൻ്റെ ഭരണത്തിനെതിരായി നാട്ടുകാർ ആരംഭിച്ച കലാപത്തെപ്പറ്റി ചില കഥകൾ അവൾ കേട്ടിട്ടുണ്ട്. വെള്ളക്കാരൻ്റെ പോലീസ് അവർക്കിഷ്ടമില്ലാത്ത നാട്ടുകാരെ കണ്ടമാനം വെടിവെച്ചു കൊല്ലുന്നു. കലാപകാരികളിൽ പലരും ദൂരെയുള്ള കാടുകളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഈ യുവാവിനെ പോലീസ് വേട്ടയാടുകയാണ്. അവരുടെ കണ്ണിൽ പെടേണ്ട താമസം അവർ ബന്ദൂക്കി പൊട്ടിച്ച് ഇവൻ്റെ കഥ കഴിക്കും. ഈ യുവാവ് വെടിയേച്ച് മരിച്ച് വീഴുന്ന കാഴ്ച അവൾക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. കാഫ്വങ്ക നൃത്തവേളയിൽ ഈ സുന്ദരനായ യുവാവ് ശൃംഗാര നാട്യത്തോടെ തന്നോട് മദ്യം യാചിക്കുന്ന രംഗം അവളുടെ മനസ്സിലൂടെ ഊളിയിട്ട് കടന്നുപോയി. നിന്റെ ദുംബ എവിടെയാണ്? യുവാവിൻ്റെ ചോദ്യം അവളെ ഉണർത്തി. 3-4 വെളിപ്പാട് ദൂരെ, അതാ അവിടെ. അവൾ തൻ്റെ ഗ്രാമത്തിൻ്റെ നേർക്ക് ചൂണ്ടിക്കാട്ടി. നിന്റെ ദുംബയിൽ ആരൊക്കെയുണ്ട്? എൻ്റെ അച്ഛൻ മാത്രം. അച്ഛൻ മന്ത്രവാദി കച്ചാസുവാണ്. അച്ഛൻ ഇന്നിവിടെ ഇല്ല, ദൂരെ ഒരു ഗ്രാമത്തിൽ പോയിരിക്കുകയാണ്. എന്നെ ഇന്ന് രാത്രി നിന്റെ കുടിലിൽ ഒളിപ്പിക്കാമോ? ആ അഭ്യർത്ഥന കേട്ട് അവൾ അറിയാതെ ഒന്ന് ഞെരങ്ങിപ്പോയി. അത് ആപൽക്കരമാണ്. ഗ്രാമക്കാർ അറിയാതെ ഒരന്യനെ കുടിലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അവർ അറിഞ്ഞാൽ എല്ലാം കുഴപ്പമാകും. അവൾ ഒന്നും മറുപടി പറയാതെ അവൻ്റെ മുഖത്തേക്ക് സഹതാപത്തോടെ ഒന്ന് നോക്കി. അവൻ്റെ വലത്തെ കവിളിൽ നിന്ന് ചോരയൊലിക്കുന്നുണ്ട്. മുള്ളുതട്ടി മുറിഞ്ഞതാണ്. അവൾ മൺകുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കൈക്കുടന്നയിലെടുത്ത് ആ മുറിപ്പാടിൽ തളിച്ചു. അവൻ്റെ കവിൾ തടവി ഒന്ന് പുഞ്ചിരി തൂകി. വേഗം പറയൂ, നിനക്കെന്നെ രക്ഷിക്കാൻ കഴിയുമോ? ഞാനൊരു മൂസകവിനെയും 2 അസ്കാരികളെയും ഞങ്ങളെ ഒറ്റുകൊടുത്ത ഒരു ഗ്രാമത്തലവനെയും കൊന്നിട്ടാണ് വരുന്നത്. ഒരു മൂസംഗവും 5 അസ്കാരികളും എന്നെ പിന്തുടർന്ന് വരുന്നുണ്ട്. എൻ്റെ കാലടിപ്പാടുകൾ നോക്കി അവർ ഞാൻ രക്ഷപ്പെട്ട വഴി കണ്ടുപിടിക്കും. ഇത് വല്ലാത്തൊരു വിഷ്കണിയാണ്. ഇവിടെ എനിക്ക് വിളിക്കാൻ കാടുകളില്ല. അവർ ബഹുസമർത്ഥന്മാരാണ്. അതുകൊണ്ട് ഏതെങ്കിലും കുടിലിൽ കയറി ഒളിച്ചിരിക്കുകയെ നിവർത്തിയുള്ളൂ. ചോങ്ക ഗ്രാമത്തിൽ നിന്ന് കാഫ്വങ്ക നൃത്തത്തിന് ഒരുങ്ങിക്കൊള്ളുവാനുള്ള പറയടിയുടെ ശബ്ദം അവിടേക്ക് ഇഴഞ്ഞു വന്നു. അത് കേട്ടപ്പോൾ അവളുടെ കരൾ തുടിച്ചു. അതോടൊപ്പം അവൾ മറ്റൊരു കാര്യം ഓർത്ത് ഒന്ന് നടുങ്ങുകയും ചെയ്തു. കാഫ്വങ്ക നൃത്തം ഗവൺമെൻറ് നിരോധിച്ച ഒരു നൃത്തമാണ്. നൃത്തം നടക്കുമ്പോൾ പോലീസ് വന്നെത്തിയാൽ ഗ്രാമക്കാരെ മുഴുവനും അവർ മർദ്ദിക്കും, കൂട്ടപ്പിഴയിടുകയും ചെയ്യും. പോലീസ് വന്നാൽ അന്ന് രാത്രി അവർ ചോങ്ക ഗ്രാമത്തിൽ തന്നെ ക്യാമ്പ് അടിക്കുമെന്ന് തീർച്ചയാണ്. കാരണം 7 മൈൽ ചുറ്റളവിൽ അവിടെ വേറെ ഗ്രാമമൊന്നുമില്ല. വേഗം പറയൂ, യുവാവ് തിരക്കി. ഇരുട്ടുന്നതിന് മുമ്പ് എനിക്ക് എവിടെയെങ്കിലും വിളിക്കണം. വരൂ. അവൾ അവനെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു. ധൈര്യത്തോടെ എന്തോ തീരുമാനിച്ച് അവൾ അവനെ തൻ്റെ ഗ്രാമത്തിലേക്ക് നയിച്ചു. അവരിരുവരും ചോങ്കയിലെത്തിയപ്പോൾ സന്ധ്യ കറുത്തു തുടങ്ങിയിരുന്നു. കാഫ്വങ്ക നൃത്തം കാണാനും അതിൽ പങ്കെടുക്കാനും പൂട്ടുഗ്രാമത്തിൽ നിന്ന് പുരുഷന്മാർ വന്നുകൊണ്ടിരുന്നു. കൂമ്പയ്ക്ക് ആശ്വാസമായി. ആ യുവാവിനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ ഏതാണെന്ന് ആരും അന്വേഷിക്കുകയില്ല. ചോങ്കക്കാർ വിചാരിക്കും പൂട്ടുകാരനാണെന്ന്, പൂട്ടുകാർ കരുതും ചോങ്കക്കാരനാണെന്ന്. ആരും ശ്രദ്ധിച്ചില്ല. അവൾ അവനെ തൻ്റെ കുടിലിനകത്ത് കയറ്റി വാതിലടച്ചു. ഈ കുടിലിനകത്തും എനിക്ക് രക്ഷയുണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൂടാ. പോലീസുകാർ വന്ന് ഓരോ കുടിലും കയറി പരിശോധന നടത്തും. അവർ ബഹുസമർത്ഥന്മാരാണ്. അവൾ കുറച്ചു നേരം ആലോചിച്ചു. പെട്ടെന്ന് എന്തോ യുക്തി തോന്നിയ പോലെ അവൾ ചാടി എഴുന്നേറ്റ് ആ യുവാവിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാൻ തയ്യാറാണോ? അസ്കാരികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും ചെയ്യാം. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങളെ ഞാനൊരു മന്ത്രവാദിയാക്കാൻ പോവുകയാണ്. എൻ്റെ അച്ഛൻ മന്ത്രവാദി കച്ചാസുവാണ്. അതാ ആ മൂലക്കിൽ കാണുന്നത് അച്ഛൻ മന്ത്രവാദിയുടെ ഉടുപ്പും ഉപകരണങ്ങളുമാണ്. മന്ത്രവാദി ഉറയുമ്പോൾ ആർക്കും മനസ്സിലാവാത്ത ഒരു ഭാഷയാണ് സംസാരിക്കുക. അത് ഗ്രാമക്കാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് ഞാനാണ്. നിങ്ങൾ ഈ വേഷം കെട്ടിയാൽ ഉറഞ്ഞു തുള്ളി പരുഷസ്വരത്തിൽ എന്തെങ്കിലുമൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കണം. പിന്നെയെല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം.
അവൻ സമ്മതിച്ചു. അവൾ അവനെ മന്ത്രവാദിയുടെ വേഷം കെട്ടിച്ചു. തലയിൽ പുലിത്തോല് കൊണ്ടുള്ള തൊപ്പി, അരയിൽ പുൽപ്പാവാട, കഴുത്തിൽ എല്ലുകളും പുല്ലുകളും കവിടിയും മറ്റും കോർത്തുണ്ടാക്കിയ ഒരു മാല, മുഖത്ത് ഭയങ്കരമായൊരു മുഖംമൂടി, അസ്ഥിഖണ്ഡങ്ങളും മരുന്നിൻ പൊതികളും മറ്റും അടക്കം ചെയ്ത ഒരു ചുരങ്ങാത്തൊണ്ട് ഒരു കയ്യിലും ഒരു ശൂലം മറുകൈയിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് മന്ത്രവാദി നൃത്തക്കളം ഒരുക്കിയ മുറ്റത്തേക്ക് ഓടിച്ചെന്നു. പിന്നാലെ കൂമ്പയും. അവിടെ പറയടി മുഴങ്ങുന്നു. പെണ്ണുങ്ങൾ മൺകുടത്തിൽ പോമ്പി മദ്യം നിറയ്ക്കുന്നു. ആണുങ്ങൾ നൃത്തത്തിനുള്ള പുൽപ്പാവാടകൾ ചുറ്റി ദേഹത്തിൽ ചേടിമണ്ണുകൊണ്ടും ചപ്പഞ്ഞച്ചാറുകൊണ്ടും ചൊട്ടികുത്തി നൃത്തത്തിന് തയ്യാറാകുന്നു. നൊണ്ടി പങ്കാസ് മുന്യാമ്പയുടെയും മൂളിയുടെയും മണവറ കരിമ്പടം കൊണ്ടുള്ള ഒരു മറ കെട്ടി ശരിപ്പെടുത്തുകയാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ പുറപ്പാട്. മൂങ്കു വരുന്നു, മൂങ്കു! എല്ലാവരും ഭക്തിയോടെ എഴുന്നേറ്റ് നിന്നു. മറയുടെ അടുത്ത് വന്ന് ആ കോലം ഉറഞ്ഞു തുള്ളിക്കൊണ്ട് എന്തോ ജൽപ്പിച്ചു. കൂമ്പ വിളിച്ചു പറഞ്ഞു, പറയടി നിർത്തണം, എല്ലാവരും കേൾക്കണം, മൂങ്കുവിന്റെ അരുളപ്പാടാണ്. രംഗം പെട്ടെന്ന് നിശബ്ദമായി, നിശ്ചലമായി. മൂങ്കു മുഖമുയർത്തി ദൂരെ നോക്കിക്കൊണ്ട് കുറച്ചു നേരം അനങ്ങാതെ നിന്നു. മൂങ്കു സംസാരിക്കുന്നു, കൂമ്പ വ്യാഖ്യാനിക്കുന്നു. ഇന്നിവിടെ ആരും കാഫെങ്ക നൃത്തം ചെയ്യാൻ പാടില്ല. കാരണം പോലീസുകാർ വരുന്നുണ്ട്. ഒരു മുസുങ്കുവും 5 അസ്കാരികളും ഇങ്ങോട്ട് വരുന്നത് ഞാൻ കാണുന്നു. മുസുങ്കുവിന്റെ അരപ്പട്ടയിൽ കുട്ടിത്തോക്കുണ്ട്. അസ്കാരികളുടെ ചുമലിൽ നീണ്ട തോക്കുകളുമുണ്ട്. അത് കേട്ട് മൂപ്പനും ഗ്രാമക്കാരും ഭയപ്പെട്ട് വായ് തുറന്ന് അന്യോന്യം നോക്കി. മൂങ്കുവിൻ്റെ വാക്കുകളിൽ അവർക്ക് വിശ്വാസമാണ്. മാനത്തെ മഴക്കാറിനോടും മൃഗങ്ങളോടും കാറ്റിനോടും സംസാരിക്കുന്നവനാണ് മൂങ്കു. മൂപ്പൻ മൂങ്കുവിനെ താണുകൂപ്പിക്കൊണ്ട് പറഞ്ഞു, കാഫങ്ക നൃത്തത്തിന് പകരം എന്ത് നൃത്തമാണ് വേണ്ടതെന്ന് അരുളി ചെയ്യണം. പൂട്ടുഗ്രാമത്തിൽ നിന്ന് പുരുഷന്മാർ വന്നിട്ടുണ്ട്, അവർ പിണങ്ങിപ്പോകും. കൂമ്പ് പറഞ്ഞു, സാധാരണ ഗോമ മതി എന്നാണ് മൂങ്കു അരുളി ചെയ്യുന്നത്. പറവട്ടുകാർ താളം മാറ്റി. പെണ്ണുങ്ങൾ മദ്യകുംഭങ്ങളും എടുത്ത് നിരാശയുടെ കുടിലുകളിലേക്ക് പോയി. നവവരൻ മുന്യാമ്പ ഒരു പ്രതിഷേധത്തോടെ ഒരു മൂലയിൽ ചെന്നിരുന്ന് മന്ത്രവാദി കച്ചാസുവിനെയും അവൻ്റെ മൂങ്കുവിനെയും പോലീസുകാരെയും അവരുടെ അച്ഛൻ മുത്തച്ഛന്മാരെയും അശ്ലീല ഭാഷയിൽ പിരാകി. നൊണ്ടി പങ്കാസു മണവറ പൊളിച്ചു, കരിമ്പടം ചുരുട്ടിക്കെട്ടി അതിൻ്റെ മുകളിൽ കുത്തിയിരുന്ന് എല്ലാവരെയും വിളിച്ചുകെട്ടി. മൂങ്കു അപ്പോഴും ഓരോ പ്രവചനങ്ങളും ഗ്രാമക്കാർ ചെയ്ത തെറ്റുകളും പ്രായശ്ചിത്തങ്ങളും മറ്റും എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു വെടിയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. അവർ വരുന്നുണ്ട്. മൂങ്കു ചുരങ്ങാത്തൊണ്ട് കുലുക്കി ഗർജിച്ചു. 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പോലീസ് സംഘം അവിടെ വന്നു ചേർന്നു. വെള്ളക്കാരൻ കൂടെയുള്ള അസ്കാരി തലവനോട് ചോദിച്ചു, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? അസ്കാരി തലവൻ മുറിയൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഡബിൾ ഡാൻസ്, ഡബിൾ ഡാൻസ്. ആസ്ക് ചീഫ്. അസ്കാരി തലവൻ ഉറക്കെ ചോദിച്ചു, മൂപ്പൻ എവിടെ? മൂപ്പൻ പേടിച്ചു വിറച്ചുകൊണ്ട് മുമ്പോട്ട് വന്ന് വെള്ളക്കാരനെ താഴ്ന്നു കൂന്നു സലാം ചെയ്തു. എന്താണ് ഇവിടെ നടക്കുന്നത്? അസ്കാരി ചോദിച്ചു. ഒരു ഗോമയാണ് ബാന, വെറും ഗോമ. കാഫങ്ക നൃത്തമൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. പടുവിഡ്ഢിയായ മൂപ്പൻ പട്ടാങ്ങ് നടിച്ചുകൊണ്ട് പറഞ്ഞു. കാഫങ്ക നൃത്തം എന്താണെന്ന് ആ അസ്കാരിയോ വെള്ളക്കാരനോ മനസ്സിലാക്കിയിരുന്നുമില്ല. വെള്ളക്കാരൻ ഗൗരവസ്വരത്തിൽ പറഞ്ഞു. അസ്കാരി വ്യാഖ്യാനിച്ച് കേൾപ്പിച്ചു. A Negro killer from Nyasaland has landed in this village. Where is she? Show me. അത് കേട്ട് മൂപ്പൻ വലിയ തോക്കുപോലെ വാ പൊളിച്ച് അനങ്ങാതെ നിന്നുപോയി. എന്താ മിണ്ടാത്തത്? പറ. പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ എല്ലാ പുരുഷന്മാരെയും വെടിവെച്ചു കൊല്ലും. ഇത് ബ്വാനയുടെ കൽപ്പനയാണ്. മൂങ്കുവിൻ്റെ ചെറിയാത്തൊണ്ണിൻ്റെ കുലുക്കം ഒരു മൂലയിൽ നിന്ന് അപ്പോഴും കേട്ടുകൊണ്ടിരുന്നു. ഒരു വെള്ളക്കാരൻ അത് ശ്രദ്ധിച്ചു. എന്താണത്? മൂപ്പൻ പറഞ്ഞു. മൂങ്കുവാണ് ബാന, മൂങ്കു. മൂങ്കുവിന് എല്ലാം അറിയാം, എല്ലാം അറിയാം. അവനെ വിളിക്കേ. ചുരുങ്ങിയത്തൊണ്ടും ശൂലവും കുലുക്കിക്കൊണ്ട് മൂങ്കുവും പിന്നാലെ കൂമ്പയും വെള്ളക്കാരൻ്റെ മുമ്പിൽ വന്നു നിന്നു. അസ്കാരി തലവൻ വെള്ള യജമാനെ പറഞ്ഞ് മനസ്സിലാക്കി. ഇവൻ മന്ത്രവാദിയാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനങ്ങളെ കേൾപ്പിക്കുന്നവനാണ്. ഈ പെൺകുട്ടിയോ? വെള്ളക്കാരൻ കൂമ്പയുടെ മുഖത്തേക്ക് ഒരു വല്ലാത്ത നോട്ടം വിട്ടുകൊണ്ട് ചോദിച്ചു. അസ്കാരി പറഞ്ഞു, മൂങ്കുവിൻ്റെ വാക്കുകൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവളാണ്. മൂങ്കുവിൻ്റെ വാക്കുകളുടെ ഭാഷ ഇവൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓഹോ. വെള്ളക്കാരൻ പുഞ്ചിരി തൂയിക്കൊണ്ട് കൂമ്പയുടെ നഗ്നമായ മാറിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി. ഇവന് എല്ലാം അറിയാമല്ലേ?
വെള്ളക്കാരൻ ചോദിച്ചു. ശരി, എന്നാൽ ചോദിക്കൂ, അയാൾ അസ്കാരിയോട് പറഞ്ഞു. അസ്കാരി ചോദിച്ചു, ന്യാസാലാൻഡിൽ നിന്ന് ഒരു കാപ്പിരി കൊലയാളി ഈ ഗ്രാമത്തിൽ ഇന്ന് വന്നു ചേർന്നിട്ടുണ്ടെന്ന് ബാന പറയുന്നു. അവൻ എവിടെ? മൂങ്കു മേൽപോട്ട് നോക്കി ചുരുങ്ങാത്തോണ്ട് ശക്തിയോടെ കുലുക്കി. പിന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. കൂമ്പ മധുരസ്വരത്തിൽ വ്യാഖ്യാനിച്ചു. അസ്കാരി തലവൻ മുറിയ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി. ഞാൻ കണ്ടു ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ദേഹത്തിൽ രക്തമൊലിക്കുന്നുണ്ട്. ഞാൻ നാറ്റി നോക്കട്ടെ. ഒരു വെള്ളക്കാരൻ്റെയും രണ്ടാസ്കാരികളുടെയും ഒരു മൂപ്പൻ്റെയും രക്തം അവൻ്റെ ദേഹത്തിൽ നാറുന്നുണ്ട്. വെള്ളക്കാരൻ അത്ഭുതപ്പെട്ടു. ഇതെല്ലാം ഇവൻ എങ്ങനെ മനസ്സിലാക്കി? ആഫ്രിക്കയിൽ പറകൊട്ടി സന്ദേശമയക്കുന്ന ഏർപ്പാടുണ്ട്. പക്ഷേ 7 നാഴികയ്ക്കുള്ളിൽ ഒരു കുടിൽ പോലുമില്ലാത്ത ഈ മൂലയിൽ അങ്ങനെ ഒരു സന്ദേശം റിലേ ചെയ്തെത്താനും സാധ്യമല്ല. മൂപ്പൻ പറഞ്ഞു. മൂങ്കുവിനെല്ലാം അറിയാം. വെള്ളക്കാരൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൻ എവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന് കാണിച്ചതാ. അവൻ ഈ ഗ്രാമത്തിന് പുറത്ത് ദൂരെ ഒരിടത്ത് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. വെള്ളക്കാരൻ അസ്കാരി തലവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവരിരുവരും തമ്മിൽ കുറച്ചുനേരം എന്തോ സ്വകാര്യ സംഭാഷണം നടന്നു. അത് കഴിഞ്ഞപ്പോൾ വെള്ളക്കാരന് വേണ്ടി അസ്കാരി തലവൻ ഇങ്ങനെ പ്രസ്താവിച്ചു. ഭക്ഷണം കഴിഞ്ഞ ഉടനെ നമ്മൾ പുറപ്പെടും. ഞങ്ങൾ 6 പേരും മൂങ്കുവും ഈ പെൺകുട്ടിയും. വേറെ ആരും വരണ്ട. മൂപ്പൻ പിറകോട്ട് മാറി നിന്ന് ഉറക്കെ പറഞ്ഞു. മൂങ്കുവിനെല്ലാം അറിയാം. അരമണിക്കൂറിന് ശേഷം അവർ പുറപ്പെട്ടു. മുമ്പിൽ മൂങ്കു, പിന്നെ കൂമ്പ, മൂന്നാമതായി വെള്ളക്കാരൻ, പിന്നാലെ അസ്കാരികളും. പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്ന് കുറ്റിക്കാടുകളുടെ പൊള്ളക്കളങ്ങളിൽ നിലാവ് തളിച്ചു. മുൾമരങ്ങളുടെയും പടർപ്പുകളുടെയും നിഴലുകൾ നിലങ്ങളിൽ ചിത്രപ്പണികൾ ചാർത്തി. ആ വനനിശബ്ദതയിലേക്ക് ഇടയ്ക്കിടെ ദൂരെയെങ്ങു നിന്നും പുറപ്പെടുന്ന സിംഹഗർജനങ്ങളുടെ മുഴക്കം നേരിയ മട്ടിൽ ഇഴഞ്ഞു വന്നുകൊണ്ടിരുന്നു. 1 മണിക്കൂർ നേരം നടന്നിട്ട് മൂങ്കു നിൽക്കാനുള്ള ഭാവമില്ല. വെള്ളക്കാരന് കോപം വന്നു. ഉള്ളിൽ ചില സംശയങ്ങളും. ഇനി എത്ര ദൂരമുണ്ട്? വെള്ളക്കാരൻ പരുഷസ്വരത്തിൽ ചോദിച്ചു. കൂമ്പയാണ് മറുപടി പറഞ്ഞത്. അടുത്തെത്തിപ്പോയി, ഈ കുന്ന് കയറിയാൽ മതി. വെള്ളക്കാരൻ നോക്കി. മുമ്പിൽ ഒരു മല പൊങ്ങി നിൽക്കുന്നു. ഈ സാഹസയാത്രയ്ക്ക് ശേഷം ആ പുള്ളിയെ അവിടെ കണ്ടുകിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെ വെച്ച് വെടിവെക്കും. വെള്ളക്കാരൻ മൂങ്കുവിനെ താക്കീത് ചെയ്തു. മൂങ്കുവിനെല്ലാം അറിയാം, കൂമ്പ മധുരസ്വരത്തിൽ പറഞ്ഞു. അവർ മല കയറി തുടങ്ങി. കരിമ്പാറക്കെട്ടുകൾ നിറഞ്ഞ ദുർഘടമായ പാത. അവർ മലയുടെ മുകളിലെത്തി. മൂങ്കു നിന്നു. മുമ്പിൽ ഒരു ഗുഹ. പുള്ളി ഈ ഗുഹയ്ക്കകത്തുണ്ട്. മൂങ്കു വായുവിൽ നാറ്റി നോക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വെള്ളക്കാരന് വിശ്വാസം വന്നില്ല. അത് നീ തന്നെ ഒന്ന് കടന്നു നോക്ക്. വെള്ളക്കാരൻ മൂങ്കുവിനെ നിർബന്ധിച്ചു. മൂങ്കു ഗുഹയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് തന്നെ വന്നു. നോക്കൂ, ഇതെന്താണ്? വെള്ളക്കാരൻ അത് വാങ്ങി പരിശോധിച്ചു. ഒരു പഴയ മിലിറ്ററി ക്യാൻവാസ് സഞ്ചി. ഇതാ പുള്ളിയുടെ തന്നെ. അവനൊരു എക്സ് മിലിറ്ററിക്കാരനാണ്. ശരി ശരി, ആ പന്നി ഇതിനകത്ത് കയറിക്കൂടിയിരിക്കുകയാണ്. വെള്ളക്കാരന് വിശ്വാസം വന്നു. അവൻ ഉറങ്ങുകയാണ്, മെല്ലെ ചെന്ന് പിടിക്കണം. മൂങ്ക് ഉപദേശിച്ചു. വെള്ളക്കാരൻ അസ്കാരി തലവനുമായി കൂടിയാലോചന നടത്തി. പിന്നെ അസ്കാരികളെ അടുത്ത് വിളിച്ച് ആജ്ഞ കൊടുത്തു. നിങ്ങൾ 4 പേർ ഗുഹയ്ക്കകത്ത് കിടന്ന് അവനെ ബന്ധിക്കുക. ഞാനും ഒരു അസ്കാരിയും ഈ പെൺകിടാവും പുറത്തു നിൽക്കാം. അസ്കാരികൾ 4 പേർ തോക്കും ചൂണ്ടിപ്പിടിച്ച് ഗുഹയ്ക്കുള്ളിൽ കടന്നു. മൂങ്കുവും അവനെ അനുഗമിച്ചു. വെള്ളക്കാരൻ കീശയിൽ കരുതി വെച്ചിരുന്ന ഒരു ചെറിയ കുപ്പി ബ്രാൻഡി പുറത്തെടുത്ത് അതിൽ നിന്ന് കുറച്ച് കുടിച്ചു. കൂമ്പ് അരികിൽ തന്നെയുണ്ട്. ബാനയുടെ പ്രകൃതം മനസ്സിലാക്കി അസ്കാരി തോക്കും ചുമലിൽ വെച്ച് പുറംതിരിഞ്ഞു നിന്നു. ഗുഹയ്ക്കകത്ത് കടന്നവരുടെ യാതൊരു ശബ്ദവുമില്ല. വെള്ളക്കാരൻ്റെ കൈകൾ കൂമ്പയുടെ കഴുത്തിൽ സ്നേഹപൂർവ്വം ചുറ്റിപ്പിണഞ്ഞു. പെട്ടെന്ന് ഗുഹയ്ക്കകത്ത് നിന്ന് മൂങ്ക് പുറത്തേക്ക് ഒരു ചാട്ടം ചാടിയതും പുറംതിരിഞ്ഞു നിൽക്കുന്ന അസ്കാരിയുടെ മുതുകിൽ കഠാരി കൊണ്ടൊരു കുത്തുകുത്തിയതും ഒരുമിച്ച് കഴിഞ്ഞു. ആ നിമിഷത്തിൽ തന്നെ കൂമ്പയുടെ കൈകൾ വെള്ളക്കാരൻ്റെ കഴുത്തിൽ അമർന്നു. ആ കൈയോടൊപ്പം ഒരു പുലിനഖ കഠാരിയും. ഒരു ഞരക്കത്തോടുകൂടി വെള്ളക്കാരനും ഭയങ്കരമായ നിലവിളിയോടെ അസ്കാരിയും അവിടെ മറഞ്ഞു വീണു. ചാകടാ വെള്ളപ്പന്നീ ചാക്. അസ്കാരിയുടെ കഥ കഴിച്ച് വെള്ളക്കാരൻ്റെ മാറിൽ വീണ്ടും വീണ്ടും കഠാരി പ്രയോഗം നടത്തിക്കൊണ്ട് അലറി. മൂങ്കു തൻ്റെ മുഖംമൂടി വലിച്ചെറിഞ്ഞ് വെള്ളക്കാരൻ്റെ ബ്രാൻഡി കുപ്പിയിൽ ബാക്കിയുള്ളത് മുഴുവനും ഒരു വലിക്ക് പൊട്ടിച്ചിരിച്ചു. ആ 4 അസ്കാരി പന്നികളും ഒരു ശബ്ദവും പുറപ്പെടുവിക്കാതെ താഴോട്ട് പോയി. ആ കുഴി വളരെ ആഴമുള്ളതാണോ? ഗുഹയുടെ അറ്റം ഒരു കൂറ്റൻ പാറപ്പിളർപ്പിന്റെ വായയാണ്. ഈ മലയുടെ അടിയിലൂടെയാണ് നദി ഒഴുകുന്നത്. നദിയുടെ വരണ്ട കരയിലെ പാറക്കെട്ടുകളിൽ തലകുത്തി വീണ് അവർ അപ്പോൾ തന്നെ ചത്തു കഴിഞ്ഞിട്ടുണ്ടാകാം. കൂമ്പ വിവരിച്ചു കൊടുത്തു. യുവാവ് വെള്ളക്കാരൻ്റെ അരയിൽ നിന്ന് റിവോൾവറും കയ്യിൽ നിന്ന് റിസ്റ്റ് വാച്ചും
കീശയിൽ നിന്ന് പേഴ്സും പെന്നും മറ്റും വലിച്ചൂരി തൻ്റെ പഴയ മിലിറ്ററി ബാഗിൽ നിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ആ അസ്കാരികളോടൊപ്പം ആ തോക്കുകളും താഴോട്ട് പോയതിൽ എനിക്ക് ഖേദമുണ്ട്. അവൻ പിന്നെ അസ്കാരിയുടെ ഉടുപ്പഴിച്ച് ധരിച്ചു. വെള്ളക്കാരൻ്റെയും അസ്കാരിയുടെയും ശവങ്ങളും തൻ്റെ പഴയ വസ്ത്രങ്ങളും മുഖംമൂടിയും മൂങ്കുവിൻ്റെ വേഷവിധാനങ്ങളും ആ ഗുഹയിലേക്ക് വലിച്ചുകൊണ്ടുപോയി ആ പാതാളക്കുഴിയിൽ തള്ളിയതിനു ശേഷം കൂമ്പയെയും കൂട്ടി അവൻ ച്വാങ്ക ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി. അവർ ഗ്രാമത്തിലെത്തിയപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. യുവാവ് മൂപ്പനെ വിളിച്ചു പറഞ്ഞു, ഭുവാനയും കൂട്ടുകാരും രാവിലെ മടങ്ങുകയുള്ളൂ. ഭുവാന പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വരുന്നത്. ന്യാസലാൻഡിൽ നിന്നും വന്ന കൊലപ്പുള്ളിയെ കിട്ടിയിരിക്കുന്നു. അവനെ പിടിക്കാൻ സഹായിച്ചതിന് ഈ ഗ്രാമക്കാരെ ഭുവാന അഭിനന്ദിക്കുന്നു. മാത്രമല്ല ആ സന്തോഷ വർത്തമാനത്തോടൊപ്പം ഒരു കാര്യം കൂടി അറിയിക്കുന്നു. ഇന്ന് രാത്രി കാഫേങ്ക നൃത്തം ചെയ്യാൻ ഭുവാന അനുവാദം തന്നിരിക്കുന്നു. മൂപ്പരും ഗ്രാമക്കാരും ആഹ്ലാദം നിശബ്ദരായിരിക്കുവിൻ, യുവാവ് കൽപ്പിച്ചു. ഒരു വർത്തമാനം കൂടി അറിയിക്കാനുണ്ട്. കാഫെങ്ക നൃത്തക്കാരോടൊപ്പം ഞാനും കുമ്പയും തമ്മിലുള്ള വിവാഹവും ഇന്ന് നടത്തണം. അത് കേട്ട് മൂപ്പരും ഗ്രാമക്കാരും ഉച്ചത്തിൽ ആർത്ത് വിളിച്ചു തുള്ളി. കാഫെങ്ക നൃത്തത്തിനുള്ള പറയടി മുഴങ്ങി. പെണ്ണുങ്ങൾ പോപ്പി മദ്യ കുംഭങ്ങൾ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചു. ഞൊണ്ടിപ്പങ്കാസു മുഞ്ഞാമ്പയ്ക്കും മൂളിക്കും പിന്നീട് അസ്കാരിക്കും കൂമ്പയ്ക്കും വേണ്ടിയുള്ള കരിമ്പടം കൊണ്ടുള്ള മറ കെട്ടിയൊരുക്കി. പുരുഷന്മാർ കാവിമണ്ണുകൊണ്ടും ചപ്പഞ്ഞച്ചാറുകൊണ്ടും ദേഹത്തിൽ ചൊട്ടികുത്തി തുടങ്ങി. ഒരു അസ്കാരി അതേ വേഷത്തിൽ കാഫെങ്ക നൃത്തത്തിൽ പങ്കുകൊള്ളുന്നതും ഒരു പുതിയ സംഭവമായിരുന്നു. എന്നാൽ മൂപ്പനും ഗ്രാമക്കാരും ദൂരെ പൂട്ടുഗ്രാമത്തിൽ നിന്ന് വന്ന പുരുഷന്മാരും അതിൽ അഭിമാനം കൊള്ളുകയാണുണ്ടായത്. വെള്ളക്കാരൻ്റെ ഗവൺമെൻറ് അവരെ അഭിനന്ദിച്ചിട്ടില്ലേ? മദ്യകുംഭം തലയിലേറ്റി കൂമ്പ ജഘന നൃത്തം ആരംഭിച്ചു. കാക്കിഷർട്ടും ചുമലിൽ തോക്കും തലയിൽ തൊപ്പിയും ധരിച്ച യുവാവ് അവളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു മദ്യം യാചിച്ചു. കൂമ്പ ആ യുവാവിൻ്റെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇരുവരും കരിമ്പടമറയ്ക്കുള്ളിൽ പ്രവേശിച്ചു. സുകർമ്മം കഴിഞ്ഞതിന് ശേഷം ഗ്രാമക്കാർ പതിവ് പോലെ ആ യുവാവിനെയും കൂമ്പയെയും കാട്ടിലേക്ക് ആട്ടിയോടിച്ചു. അവർ പിന്നെ മടങ്ങി വന്നില്ല. ന്യാസാലാൻഡിൽ വെള്ളക്കാരൻ്റെ ഗവൺമെൻറ്റിനെതിരായി ഗൊറില്ല സമരം ചെയ്യുന്ന കാപ്പിരി വിപ്ലവകാരികളുടെ അണിയിലേക്ക് ഉശിരും ബുദ്ധിസാമർഥ്യവുമുള്ള ഒരു പുതിയ പെൺപുലി വന്നു ചേർന്നു. ചൂയി കൂമ്പ.